ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികമാ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് മെയ് 14 രാത്രി മിഥുന ഗുരു സംക്രമണമാണ്. അതായത് വേഴഗ്രഹം മിഥുനം രാശിയിലേക്ക് രാശി മാറുന്നു. ഇപ്പം വേഴഗ്രഹം മിഥുനം രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഗുണദോഷങ്ങൾ ധനുക്കൂറുകാർക്കും ധനുലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ധനുക്കൂറുകാരെന്ന് പറയുമ്പോൾ മൂലം, പൂരാടം, ഉത്രാട നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽ പെടുന്നവരാണ്. ഇപ്പോൾ വേഴത്തിനെ പറ്റിയുള്ളൊരു ചർച്ചയാണ്. ഇപ്പോൾ വേഴം എന്ന് പറയുമ്പം തന്നെ, അതായത് ഗുരുഗ്രഹം എന്ന് പറയുമ്പോൾ ജ്ഞാനകാരകനാണ്, ധനകാരകനാണ്, സന്താനകാരകനാണ്. അതുപോലെ ഭാഗ്യം, ധർമ്മം, പുണ്യം, സുഹൃതം, ഗുരുത്വം, ഉപാസന, സ്വഭാവമഹിമ, ബുദ്ധിശക്തി, കുലീനത, അതുപോലെ സദാചാരം, ധനം, സമ്പത്ത്, അഭിവൃദ്ധി, അതുപോലെ നമ്മൾ ദേവാലയ സംബന്ധമായ കാര്യങ്ങൾ, നീതിബോധം, സത്ചിന്തകൾ, ഇവകളുടെയൊക്കെ ഗ്രഹമാണ് ഈ വേഴഗ്രഹം. ആ വേഴഗ്രഹം കാലപുരുഷൻ്റെ 3-ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. കാലപുരുഷൻ്റെ 3-ാം ഭാവരാശി എന്ന് പറയുന്നത് മിഥുന രാശിയാണ്, ബുധൻ്റെ രാശിയാണ്, വേഴത്തിൻ്റെ ശത്രുരാശിയാണ്. അപ്പോൾ വേഴഗ്രഹം കാലപുരുഷൻ്റെ 3-ാം ഭാവരാശിയിലേക്ക് വരിക എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് ആ 3-ാം ഭാവം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ്റെ ഭാവമാണ്, മീഡിയ പ്രവർത്തനവുമായി ബന്ധപ്പെടുന്ന ഭാവമാണ്, പഠനത്തിൻ്റെ ഭാവമാണ്, ഇൻ്റലക്ച്വൽ പർസ്യൂട്ട്സിൻ്റെ ഭാവമാണ്, ഹ്രസ്വയാത്രകളുടെ ഭാവമാണ്, സഹോദര സ്ഥാനമാണ്. അതുപോലെ ബന്ധുക്കൾ, അയൽവക്കക്കാർ, അവരുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു ഭാവമാണ്. മെൻ്റൽ കോൺഫ്ലിക്റ്റിൻ്റെ ഭാവമാണ്, മെൻ്റൽ കൺഫ്യൂഷൻ്റെ ഭാവമാണ്, കോമ്പറ്റീഷൻ്റെ ഭാവമാണ്, പോരാട്ട വീര്യത്തിൻ്റെ ഭാവമാണ്. നമ്മൾ എഴുത്തുകുത്തുകൾ, കത്തിടപാടുകൾ, ഇവകളുടെയൊക്കെ സ്ഥാനമാണ് ഈ കാലപുരുഷൻ്റെ 3-ാം ഭാവരാശിയായിട്ടുള്ള മിഥുനരാശി. അപ്പോൾ വേഴഗ്രഹം മിഥുനം രാശിയിലേക്ക് രാശി മാറുക എന്ന് പറയുമ്പോൾ ധനുക്കൂറുകാരെയും ധനുലഗ്നക്കാരെയും സംബന്ധിച്ചിടത്തോളം വേഴഗ്രഹം അവരുടെ ജന്മരാശ്യാധിപനാണ്, അതേസമയം 4-ാം ഭാവാധിപനുമാണ്. അപ്പം 4-ാം ഭാവാധിപനും ജന്മരാശ്യാധിപനുമായിട്ടുള്ള വേഴം ഇപ്പോൾ ശത്രുസ്ഥാനത്ത് 6-ൽ സഞ്ചരിക്കുകയാണ്. 2025 മെയ് 14 6-ൽ സഞ്ചരിക്കുന്ന വേഴഗ്രഹം 7-ലേക്ക് രാശി മാറുന്നു. ആ 7 എന്ന് പറയുന്നത് മിഥുനൻ രാശിയാണ്. അതായത് മിഥുനൻ രാശിയുടെ അധിപൻ ബുധനാണ്. ബുധൻ ഗുരുവിൻ്റെ ശത്രുഗ്രഹമാണ്. അപ്പം ഗുരു രാശി മാറുന്നത് ശത്രുരാശിയിലേക്കാണ്. അപ്പോൾ ഗുരുവിൻ്റെ രാശി ശത്രുരാശി ആണെങ്കിലും 7-ലേക്കുള്ള രാശി മാറ്റം എന്ന് പറയുന്നത് ഗുണാനുഭവം ഉണ്ടാക്കും. കാരണം ഗോചരവേഴത്തിന് 7-ന് ബലമുണ്ട്, സ്ഥാനബലമുണ്ട്. ഇപ്പം സാധാരണ വേഴഗ്രഹം ഒരു രാശിയിലേക്ക് രാശി മാറുമ്പോൾ ആ രാശിയിൽ 1 വർഷം സ്ഥിതി ചെയ്യും. എന്നാൽ 2025 വേഴത്തിന് രാശിമാറ്റത്തിനൊരു പ്രത്യേകതയുണ്ട്. കാരണം വേഴം അതിചാരിയാകുന്നു. അതിചാരിയാകുക എന്ന് പറയുമ്പോൾ വേഴം നോർമലായിട്ടുള്ള വേഗതയേക്കാൾ അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന വർഷമായിരിക്കും. അതിൻ്റെ ഫലമായിട്ട് ഏകദേശം ഒരു 5 മാസമൊക്കെ ആകുമ്പോൾ, കൃത്യമായി പറഞ്ഞാൽ ഒക്ടോബർ 18 ആകുമ്പോൾ ആ ഗുരു, ആ 7-ൽ നിൽക്കുന്ന ഗുരു 8-ലേക്ക് രാശി മാറുന്ന ഒരു അവസ്ഥ വരും. അപ്പം 8-ലേക്ക് വേഴഗ്രഹം രാശി മാറുന്നു. അപ്പം ക്രമേണ അത് ആ അതിവേഗത ഒക്കെ കുറയുകയും ഗുരു വക്രത്തിലാകുകയും അങ്ങനെ ആ 8-ലേക്ക് വരുന്ന വേഴം ഡിസംബർ 5 തിരിച്ച് 7-ലേക്ക് രാശി മാറി 2026 ജൂൺ 1 വരെ ആ വേഴഗ്രഹം ആ 7-ാം ഭാവരാശിയിൽ സ്ഥിതി ചെയ്യും. അപ്പോൾ ഇതാണ് 2025 വേഴമാറ്റത്തിൻ്റെ പ്രത്യേകത. അതായത് 7-ലേക്കും 8-ലേക്കും രാശി മാറുന്ന ഒരവസ്ഥ ഈ വർഷം വേഴത്തിന് ഉണ്ട്. അപ്പോൾ നമ്മൾ വേഴഗ്രഹം 7-ലേക്ക് മിഥുനൻ രാശിയിലേക്ക് വരിക എന്ന് പറയുമ്പോൾ അത് ശത്രുരാശിയാണ് ഗുരുവിൻ്റെ എന്ന് പറഞ്ഞു. എങ്കിലും ആ വേഴഗ്രഹം 7-ൽ സഞ്ചരിക്കുന്നത് 3 നക്ഷത്രങ്ങളിലൂടെയാണ്. അത് മകയിരം നക്ഷത്രത്തിൻ്റെ അവസാന 2 പാദം, തിരുവാതിര, അതുപോലെ പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദം. മകയിരം ചൊവ്വയുടെ നക്ഷത്രമാണ്, തിരുവാതിര രാഹുവിൻ്റെ നക്ഷത്രമാണ്, പുണർദം ഗുരുവിൻ്റെ തന്നെ നക്ഷത്രമാണ്. അപ്പോൾ പൊതുവെ ശത്രു രാശിയാണെങ്കിലും നക്ഷത്ര അധിപന്മാരൊന്നും തന്നെ ഗുരുവിൻ്റെ ശത്രുഗ്രഹങ്ങളല്ല. അതുകൊണ്ട് വേഴം
മിഥുന രാശിയിലേക്ക് രാശി മാറുന്നത് വലിയ ദോഷം ചെയ്യില്ല. അതേസമയം വേഴം തിരുവാതിര നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുന്ന സമയം, ആ സമയത്ത് നമ്മളല്പം കെയർ വേണം, പ്രത്യേകിച്ച് ഡിസിഷൻ മേക്കിങ്ങിൽ. കഴിവതും പെട്ടെന്ന് തീരുമാനമെടുക്കുന്നത് ഒഴിവാക്കണം, സഡനായിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് ഒഴിവാക്കണം. ഇനി ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യ പാദമാണ് ധനുക്കൂറിൽ വരുന്നത്. അപ്പോൾ മൂലം എന്ന് പറയുന്നത് കേതുവിൻ്റെ നക്ഷത്രമാണ്, പൂരാടം എന്ന് പറയുന്നത് ശുക്രൻ്റെ നക്ഷത്രമാണ്, അതുപോലെ ഉത്രാടം സൂര്യൻ്റെ നക്ഷത്രമാണ്. അതിൽ പൂരാടം നക്ഷത്രത്തിൻ്റെ അധിപനായിട്ടുള്ള ശുക്രൻ, അത് ഗുരുവിൻ്റെ ശത്രു നക്ഷത്രമാണ്. അപ്പോൾ അവർക്കാണ് അല്പം ശ്രദ്ധ വേണ്ടുന്നത്. അതേസമയം മൂല നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗുരുദശയൊക്കെ വരുന്നത് ഏകദേശം ഒരു 65 വയസ്സൊക്കെ ആകുമ്പോഴായിരിക്കും. അതേസമയം പൂരാടം നക്ഷത്രക്കാർക്ക് ഗുരുദശ വരുന്നത് ഒരു 53, 55 വയസ്സൊക്കെ ആകുമ്പോഴായിരിക്കും. സൂര്യൻ്റെ, അതായത് ഉത്രാട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുരുദശ അവർക്ക് വരുന്നത് ഒരു 39, 40 വയസ്സൊക്കെ ആകുമ്പോഴായിരിക്കും. എങ്കിലും ജന്മശിഷ്ട ദശാകാലം വ്യതിയാനപ്പെടുന്നതിനനുസരിച്ച് ഞാൻ ഈ പറഞ്ഞ വേഴദശ ആരംഭകാലത്തിലും വ്യതിയാനം വരും എന്ന് മനസ്സിലാക്കുക. അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ നമുക്ക് വേഴത്തിൻ്റെ ദശയൊന്നും അല്ല ഇപ്പം നടക്കുന്നത് എങ്കിലും ഏത് ദശ നടക്കുമ്പോഴും വേഴത്തിൻ്റെ അപകാരകാലം ആ ദശയിലുണ്ടാകും. അപ്പോൾ ജാതകത്തിൽ ലഗ്നാൽ വേഴം ഇഷ്ടസ്ഥിതനാണോ, ഗോചരത്തിലും ഇഷ്ടസ്ഥിതനാണോ എങ്കിൽ നമുക്ക് ഗുണാനുഭവങ്ങൾ കൂടും. മാത്രമല്ല ഗുരു എന്ന് പറയുന്നത് നവഗ്രഹങ്ങളിൽ സർവേശ്വരകാരകനാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ആത്മീയ കാര്യങ്ങളിലും സത്യധർമ്മ പ്രവർത്തനങ്ങളിലും ആതുര പ്രവർത്തനങ്ങളിലുമൊക്കെ ശ്രദ്ധ കൊടുത്തു പോകുന്നവർക്ക് ഗുരുവിൻ്റെ കടാക്ഷം കൂടും എന്ന് തന്നെ പറയാം. ഇനി നമുക്ക് ഈ ധനുക്കൂറുകളിൽപ്പെടുന്ന നക്ഷത്രക്കാർക്ക് ഗോചരവേഴം ഒരേ അനുഭവങ്ങളാണോ നൽകുന്നത്? ഇപ്പം മൂലനക്ഷത്രം തന്നെ എടുത്താലും അവർക്ക് എല്ലാവർക്കും ഒരേ അനുഭവമാണോ? പൂരാട നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും ഒരേ അനുഭവമാണോ? എന്തുകൊണ്ട് അനുഭവങ്ങളിൽ വ്യത്യാസം വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കണമെങ്കിൽ ഈ നക്ഷത്രക്കാരുടെ ജാതകത്തിൽ ഗുരു ലഗ്നാൽ ഇഷ്ടസ്ഥിതനാണോ അല്ലയോ എന്നറിയണം. ഇതൊക്കെ നമ്മൾ ജാതക നിരീക്ഷണത്തിലൂടെ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. എങ്കിലും ഗോചര വേഴത്തിൻ്റെ ഈ നമ്മൾ ഓരോ സമയത്തും വേഴം രാശി മാറുമ്പോൾ ഏതേത് സ്ഥാനങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് ആ വേഴത്തിന് സ്ഥാനബലം ഉണ്ടാകുന്നത്. ഇപ്പം വേഴം 2, 5, 7, 9, 11 രാശികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ ഗുരുവിന് ഇഷ്ടസ്ഥിതി ഉണ്ടാകും, സ്ഥാനബലം ഉണ്ടാകും. ഇപ്പം നമ്മൾ ധനുക്കൂറിൽ നമുക്കറിയാം, ധനുക്കൂറിൽ തന്നെ വ്യത്യസ്ത ലഗ്നരാശികൾ വരും. ഇപ്പോൾ ചിലർക്ക് ധനുക്കൂറും ധനുലഗ്നവുമായിരിക്കും, മറ്റുള്ളവർക്ക് ധനുക്കൂറും മകരലഗ്നവുമായിരിക്കും, മറ്റത് ധനുക്കൂറും കുംഭലഗ്നവുമായിരിക്കും. ഇപ്പം ലഗ്നരാശികൾ വ്യത്യാസപ്പെടും. ഇപ്പം ഇവിടെ ഞാൻ ചർച്ച ചെയ്യുന്നതെല്ലാം ധനുക്കൂറും ധനുലഗ്നത്തിൻ്റെയും ഫലമാണ്. ഇപ്പം ധനുക്കൂറിൽ പെടുന്ന ധനുലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേഴം അവരുടെ 7ാം ഭാവ രാശിയിലേക്കാണ് രാശി മാറുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് അത് 7ാം ഭാവം എന്ന് പറയുന്നത് ഗുരുവിൻ്റെ ഇഷ്ടസ്ഥാനമാണ്. മാത്രമല്ല അവർക്ക് വേഴം ഇഷ്ടസ്ഥാനങ്ങളിൽ ദൃഷ്ടി ചെയ്യുന്നുമുണ്ട്. അവരുടെ 11ലേക്ക് ദൃഷ്ടി ചെയ്യുന്നു, ലഗ്നരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു, 3ലേക്കും ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ ധനുക്കൂറുകാർക്കും ധനുലഗ്നക്കാർക്കും സ്ഥാനബലവും ദൃഷ്ടിബലവും വേഴത്തിന് ഉണ്ട് എന്ന് പറയാം. അതേസമയം മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അതേസമയം ഈ ധനുക്കൂറിൽ പെടുന്ന മകരലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേഴം 6ലേക്കാണ് രാശി മാറുന്നത്. അപ്പോൾ സ്ഥാനബലം കുറവാണ്, എങ്കിലും ദൃഷ്ടിബലമുണ്ട്. ധനുക്കൂറിൽ പെടുന്ന കുംഭലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുരു 5ലേക്ക് ആണ് രാശി മാറുന്നത്. അപ്പോൾ സ്ഥാനബലമുണ്ട്, അതുപോലെ ദൃഷ്ടിബലവും ഉണ്ട്. ഇനി മീനലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം, ധനുക്കൂറിൽ പെടുന്ന മീനലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം വേഴം അവരുടെ 4ലേക്കാണ് രാശി മാറുന്നത്. സ്ഥാനബലം കുറവാണ്, ദൃഷ്ടിബലവും കുറവാണ്. ഇനി ധനുക്കൂറിൽ പെടുന്ന മേടലഗ്നക്കാരാണെങ്കിൽ അവർക്ക് ഗുരു 3ലേക്ക് വരുമ്പോൾ സ്ഥാനബലമില്ല, എന്നാൽ ദൃഷ്ടിബലം കൂടുതലാണ്.
ഇടവലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം, ധനുക്കൂറിൽ പെടുന്ന ഇടവലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം വേഴം അവരുടെ 2ലേക്ക് വരുന്നത് കൊണ്ട് സ്ഥാനബലമുണ്ട്, എന്നാൽ ദൃഷ്ടിബലവും ഉണ്ട്. മിഥുന ലഗ്നക്കാർ, ധനുക്കൂറിൽ പെടുന്ന മിഥുന ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേഴം ലഗ്നത്തിലാണ് വരുന്നത്, ഗോചരത്തിൽ. അവർക്ക് സ്ഥാനബലം അല്പം കുറവാണെങ്കിലും ദൃഷ്ടിബലം കൂടുതലാണ്. കർക്കിടക ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേഴം 12ലാണ് വരുന്നത്, സ്ഥാനബലമില്ല, ദൃഷ്ടിബലവും അല്പം കുറവാണ്. ചിങ്ങലഗ്നമായിട്ട് വരുന്ന ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേഴം 11ൽ വരുന്നത് കൊണ്ട് സ്ഥാനബലമുണ്ട്, എന്നാൽ ദൃഷ്ടിബലവും ഉണ്ട്. കന്നി ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേഴം 10ലേക്ക് വരുമ്പോൾ സ്ഥാനബലം കുറവാണ്, എന്നാൽ ദൃഷ്ടിബലം ഉണ്ട്. തുലാ ലഗ്നക്കാർ, ഇപ്പോൾ ധനുക്കൂറിൽ പെടുന്ന തുലാ ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേഴം 9ലേക്ക് വരുന്നത് കൊണ്ട് സ്ഥാനബലമുണ്ട്, ദൃഷ്ടിബലവുമുണ്ട്. ധനുക്കൂറിൽ പെടുന്ന വൃശ്ചിക ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം വേഴം 8ലേക്ക് വരുന്നത് കൊണ്ട് സ്ഥാനബലമില്ല, എന്നാൽ ദൃഷ്ടിബലം ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഈ ധനുക്കൂറിൽ പെടുന്ന എല്ലാവർക്കും ഒരേ അനുഭവം വരണമെന്നില്ല. കാരണം അവർക്ക് ലഗ്നരാശികൾ വ്യത്യസ്തമാണ്. ആ ലഗ്നത്തിനനുസരിച്ച് വേഴത്തിൻ്റെ സ്ഥാനബലത്തിൽ വ്യത്യാസം വരുന്നു, ദൃഷ്ടിബലത്തിലും വ്യത്യാസം വരുന്നു. അതുകൊണ്ട് അവർക്ക് വ്യത്യസ്ത അനുഭവങ്ങളായിരിക്കും ഈ ധനുക്കൂറിൽ പെടുന്ന നക്ഷത്രക്കാർക്ക് ഈ ഗോചരവേഴം നൽകുന്നത്. അതേസമയം ഇപ്പോൾ ഈ ധനുക്കൂറിൽ പെടുന്ന നക്ഷത്രക്കാർക്ക് നടക്കുന്ന ദശയും അപകാരവും ഒക്കെ ജാതകത്തിൽ ഇഷ്ടസ്ഥിതരായിട്ടുള്ള ഗ്രഹങ്ങളുടേതാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഗുണാനുഭവം ഉണ്ടാകും. അപ്പോൾ ഇനി ഞാൻ ചർച്ച ചെയ്യുന്നത് ധനുക്കൂറിലും ധനുലഗ്നത്തിലും പെടുന്നവർക്ക് ഈ ഗോചരവേഴം എന്ത് പ്രഭാവങ്ങൾ, എന്ത് ഗുണദോഷങ്ങൾ ഉണ്ടാക്കും എന്ന് നോക്കാം. ഇപ്പം നമുക്ക് ധനുക്കൂറുകാർ, ധനുലഗ്നക്കാരെന്ന് പറയുമ്പോൾ ജന്മരാശ്യാധിപനുമാണ്, 4ാം ഭാവാധിപനുമാണ് വേഴം. അപ്പം ജന്മരാശ്യാധിപനായിട്ടുള്ള വേഴം 7ലേക്ക് വരുന്നു. അപ്പോൾ 7ലേക്ക് വേഴം വരിക എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഈ ധനുക്കൂറുകാർക്ക് ഇപ്പോൾ കണ്ടകശനി നടക്കുന്ന സമയമാണ്. മാർച്ച് 29 മുതൽ കണ്ടകശനി വരികയാണ്. അപ്പോൾ ഈ കണ്ടകശനി കാലത്തെ ആ ദോഷം പരിഹരിക്കുന്നതിന് 7ലേക്ക് വരുന്ന വേഴത്തിന് കഴിയും എന്ന് പറയാം. ഇപ്പം 4ലെ ശനിയുടെ ദോഷം 7ലെ ഗുരുവിൻ്റെ സ്ഥിതി കൊണ്ട് ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിയും. പ്രത്യേകിച്ച് 7ലേക്ക് വേഴം വരുമ്പോൾ പ്രൊഫഷണൽ തലത്തിൽ, ബിസിനസ് തലത്തിൽ പുരോഗതി ദൃശ്യമാകുന്ന സമയമായിരിക്കും. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. വിവാഹ സാധ്യതയും കാണുന്നുണ്ട്. അവയിൽ എന്തെങ്കിലും തടസ്സങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. വളരെ ഡിപ്ലോമാറ്റിക്കും ലോകപരിജ്ഞാനവും ദയാലുവുമായിട്ടുള്ള ജീവിത പങ്കാളിയെ കണ്ടെത്താനാകും. എങ്കിലും ഗുരു തിരുവാതിര നക്ഷത്രത്തിൽ കൂടെ സഞ്ചരിക്കുന്ന സമയത്താണ് ഈ ആലോചനകളൊക്കെ വരുന്നത് എങ്കിൽ നമ്മൾ ഈ ലൈഫ് പാർട്ട്ണറെയൊക്കെ സെലക്ട് ചെയ്യുന്നതിൽ ശ്രദ്ധ കൊടുക്കണം. അതുപോലെ മേരിറ്റ് റിലേഷൻഷിപ്പിൽ നിലവിലുള്ള തെറ്റിദ്ധാരണകൾ, പ്രശ്നങ്ങൾ ഒക്കെ പരിഹരിക്കുന്നതിനും 7ലെ ആ ഗുരുവിൻ്റെ സ്ഥിതിക്ക് കഴിയും. പ്രത്യേകിച്ച് മുതിർന്നവരുടെയൊക്കെ ഇടപെടൽ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വഴിതെളിക്കും. ദമ്പതിമാർക്ക് ദൂരയാത്രകൾക്കോ ഷോപ്പിങ്ങിനോ ഒക്കെ സാധ്യതയുണ്ട്. അതുപോലെ പ്രത്യേകിച്ച് ബിസിനസ് എക്സ്പാൻഷനൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ബിസിനസ് പാർട്ട്നേഴ്സ് തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ നിലവിലുണ്ടെങ്കിൽ അവയൊക്കെ പരിഹരിക്കാനാകും. അതുപോലെ കരാർ വർക്കിനൊക്കെ അപേക്ഷിച്ചിട്ടുള്ളവർക്ക് അത് കിട്ടുന്നതിനുള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. വിദേശ വ്യാപാരമൊക്കെ നടത്തുന്നവർക്കൊക്കെ പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ട് ആ 7ലെ ഗുരുവിൻ്റെ സ്ഥിതി കൊണ്ട് പറയാം. ഗുരു 4ാം ഭാവാധിപനും കൂടിയാണ്. ആ 4ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 7ലേക്ക് വരിക എന്ന് പറയുമ്പോൾ 4ാം ഭാവസംബന്ധമായ കാര്യങ്ങൾക്ക് ചില ഗുണാനുഭവം ഉണ്ടാകണം. പ്രത്യേകിച്ച് വീട്, വാഹനം, വസ്തു ഇവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ 4ലെ ശനി വരുത്തുന്ന തടസ്സങ്ങൾ, അല്ലെങ്കിൽ കണ്ടകശനി കൊണ്ടുണ്ടാകാവുന്ന തടസ്സങ്ങൾ ആ 7ലെ ഗുരുവിൻ്റെ സ്ഥിതി കൊണ്ട് മാറും. കുടുംബ അംഗങ്ങളുമായിട്ടുള്ള യാത്രകൾക്ക്, അതുപോലെ എന്തെങ്കിലും പാർട്ടികളിലൊക്കെ പങ്കെടുക്കുന്നതിനൊക്കെ സാധ്യതയുണ്ട്. ശുഭകാര്യങ്ങളും ഒക്കെ തന്നെ നല്ല ചിന്തകളും ഒക്കെ ഈ സമയത്ത് ഉണ്ടാകും. പൊതുവെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ കുറയും. കുടുംബ അന്തരീക്ഷമൊക്കെ സന്തോഷകരമാകും.
തൊഴിലന്വേഷകർക്കും തൊഴിൽ ചെയ്യുന്നവർക്കും പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഈ 7-ലെ ഗുരുവിൻ്റെ സ്ഥിതി കൊണ്ട് ഉണ്ടാകും. ഇനി 7 നിൽക്കുന്ന ഗുരു അവരുടെ പ്രത്യേകിച്ച് അതിൻ്റെ 5-ാം ഭാവമായ 11-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. 11-ലേക്ക് ഗുരു ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ ധനനേട്ടം ഉണ്ടാകും, ധനാഗമം കൂടും. ധനാഗമം കൂടുന്നതിനുള്ള മാർഗങ്ങൾ, അതിനെപ്പറ്റിയുള്ള ചിന്തകൾ ഈ സമയത്തുണ്ടാകും. തൊഴിൽ വഴിയോ ബിസിനസ് വഴിയോ വിദേശ ബന്ധം വഴിയോ ധനാഗമം ഉണ്ടാകാം. പ്രത്യേകിച്ച് 11-ാം ഭാവം ഇച്ഛാപൂർത്തി സ്ഥാനമാണ്. ഇച്ഛാപൂർത്തി സ്ഥാനത്ത് ഗുരുവിൻ്റെ സ്ഥിതി വരിക, ഗുരുവിൻ്റെ ദൃഷ്ടി വരിക എന്ന് പറയുമ്പോൾ അത് അവരുടെ ഈ കൂറുകാരുടെ ചില ആഗ്രഹങ്ങൾ സാധ്യമാകുന്ന സമയമായിരിക്കും. ആഗ്രഹങ്ങൾ സാധിക്കും. ജ്യേഷ്ഠ സഹോദരങ്ങൾക്ക് ഗുണാനുഭവം ഉണ്ടാകും. അവർ വഴിയൊക്കെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. സൗഹൃദങ്ങളും അതുപോലെ സാമൂഹ്യ ബന്ധങ്ങളും കാര്യസാധ്യത്തിന് സഹായകമാകും. സന്താനങ്ങളിൽ നിന്ന് ഗുണാനുഭവം ഉണ്ടാകും. ഉന്നത വ്യക്തികളെ കണ്ടുമുട്ടുന്നതിനും അവരുടെ ഉപദേശമൊക്കെ കിട്ടുന്നതിനും അതുവഴി നമ്മുടെ ലൈഫിലൊരു വലിയ മാറ്റമൊക്കെ ഉണ്ടാകുന്നതിനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ ദീർഘകാല ലക്ഷ്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതിനും അവ യാഥാർത്ഥ്യമാക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ ഈ സമയത്തുണ്ടാകും. പ്രവർത്തന മേഖലയിൽ അംഗീകാരത്തിനും അപ്രസീഷനും ഒക്കെ സാധ്യത കാണുന്നുണ്ട്. 7-ൽ നിൽക്കുന്ന ഗുരു അതിൻ്റെ 7-ാം ഭാവരാശിയായിട്ടുള്ള ജന്മരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. ഇപ്പം ജന്മരാശിയിലേക്ക് ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ കുറയും. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അതിൽ നിന്ന് റിക്കവറി ഉണ്ടാകും. രോഗപ്രതിരോധ ശേഷിയൊക്കെ കൂടും. ഏത് കാര്യത്തിലും ശുഭാപ്തി വിശ്വാസം ഉണ്ടാകും. ആകർഷകമായിട്ടുള്ളൊരു വ്യക്തിത്വം, സെൽഫ് ഇംപ്രൂവ്മെൻ്റ് ഇവയൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. ആത്മജ്ഞാനമൊക്കെ കൂടും. ഏത് പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു കാര്യപ്രാപ്തി ഈ കൂറുകാർക്കുണ്ടാകും. അതുപോലെ തന്നെ വിവേകബുദ്ധി ഉണ്ടാകുന്ന സമയമായതുകൊണ്ട് ശരി തെറ്റുകൾ തിരിച്ചറിയാനാകും. നല്ല ചിന്തകൾ, അതുപോലെ നല്ല പ്രവർത്തനങ്ങൾ ഒക്കെ ഉണ്ടാകുന്ന സമയമായതുകൊണ്ട് ശാരീരികവും മാനസികവുമായിട്ടുള്ള ഊർജവും ഉന്മേഷവും ഒക്കെ ഈ സമയത്ത് ജന്മരാശിയിലെ ഗുരുവിൻ്റെ ദൃഷ്ടി കൊണ്ട് ഉണ്ടാകും. ഉപാസനാദി കാര്യങ്ങളിൽ താല്പര്യം കൂടും. ജീവിത പങ്കാളിയുടെ സ്വാധീനമൊക്കെ ഈ കൂറുകാരിൽ വളരെയധികം കൂടുന്ന സമയം എന്ന് തന്നെ പറയാം. 7-ൽ നിൽക്കുന്ന ഗുരു അതിൻ്റെ 9-ാം ഭാവമായ 3-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. അത് കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക് അതിൽ ഒരു മികവ്, ഒരു തിളക്കമൊക്കെ ഉണ്ടാകും. എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം, പ്രസിദ്ധീകരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ പ്രഭാഷണം ഇത്യാദി മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ വളരെ ഗുണാനുഭവം ഉണ്ടാകും. അതുപോലെ മനസ്സിലൊക്കെ പുതിയ പുതിയ ആശയങ്ങൾ വരുന്ന സമയമായിരിക്കും. അതവർക്ക് ശുഭാപ്തി വിശ്വാസം ഉണ്ടാകും. ഉപജയസ്ഥാനത്താണ് ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നു എന്നുള്ളതുകൊണ്ട് ഏത് പ്രതികൂല സാഹചര്യത്തിലും എന്ത് ബന്ധപ്പാടിലും കാര്യങ്ങൾ സാധിച്ചെടുക്കുന്നതിനുള്ളൊരു കഴിവ് ഈ കൂറുകാർക്ക് ഈ സമയത്ത് ഉണ്ടാകും. കോമ്പറ്റിറ്റീവ് എക്സാമിനേഷനിൽ, ടെസ്റ്റുകളിൽ, ഇൻ്റർവ്യൂകളിലൊക്കെ പങ്കെടുക്കുന്നവർക്കൊക്കെ ആ 3-ലെ ഗുരുവിൻ്റെ ദൃഷ്ടി ഗുണം ചെയ്യും. സഹോദരങ്ങളാൽ ഗുണാനുഭവം ഉണ്ടാകും. അവരുമായിട്ടുള്ള തെറ്റിദ്ധാരണകളൊക്കെ മാറും. സുഹൃത്തുക്കളും അയൽവക്കക്കാരുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും. പ്രവർത്തന മേഖലയിലൊക്കെ നേതൃതലത്തിലേക്ക് എത്തുന്നതിനൊക്കെ സാധ്യതയുണ്ട്. നിയമം, തത്വശാസ്ത്രം, കമ്മ്യൂണിക്കേഷൻ, അതുപോലെ മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങൾ ഇവയിലൊക്കെ ശോഭിക്കും. വിദേശ പഠനം നടത്തുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ട് ഈ മിഥുന ഗുരു സംക്രമണത്തെ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.